നമ്മൾ ഓൺലൈനായിട്ട് കുറച്ച് ചെടികൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് അരിനെല്ലിക്ക, അതുപോലെ ചാമ്പയ്ക്ക, പിന്നെ ഞാവൽപ്പഴം, പിന്നെ നമ്മൾ മൾബറിയാണ് 4 എണ്ണം. ഒരു ഓൺലൈൻ നഴ്സറിയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഞാൻ ലിങ്കും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, കാരണം 1 മാസം ഡിലേയും തീരെ റെസ്പോൺസും ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാനതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. എന്തോ എൻ്റെ ഭാഗ്യത്തിന് പാക്കേജ് കറക്റ്റ് എത്തിയിട്ടുണ്ട്. ഞാൻ എഴുതി തള്ളിയ ഒരു ഡെലിവറി ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്ലാന്റ് കൂൺ എന്നൊക്കെ നമ്മൾ വാങ്ങിയത് എത്ര പ്രോപ്പർ ആയിരുന്നു എന്ന്. ഇത് പാക്കിംഗ് ഒക്കെ ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ 1 മന്ത് കഴിഞ്ഞു, അതിനിടയ്ക്ക് നമ്മൾ വിളിച്ചിട്ട് പോലും ഒരു റെസ്പോൺസും ഇല്ല. അപ്പം റെസ്പോൺസിബിൾ അല്ലാത്ത ടീം ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എനിക്ക് കുറേ നാളായിട്ട് അരിനെല്ലിക്കേനോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കിട്ടി, മൾബറി കിട്ടി. നമ്മൾ ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ട് കേട്ടോ. 4 പ്ലാന്റാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് പിടിക്കോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയില്ല. കുറച്ച് തിരുവനന്തപുരത്ത് നിന്നാണല്ലോ സാധനം വരുന്നത്. എനിവേ ഞാൻ ഹാപ്പിയാണ്. നാളെ മോർണിംഗ് നടുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാക്കിംഗ് അടക്കം ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഇങ്ങനെ പ്ലാന്റ്സ് നമ്മൾ ഓർഡർ ചെയ്യുന്നതൊക്കെ സേഫ് ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഈ ഒരു സ്ട്രക്ചറിലാണ് ഇത് വരുന്നത്. ഇപ്പോഴും ഇനി ആരെങ്കിലും ഓൺലൈൻ വാങ്ങിയാൽ സേഫ് ആവോ റെഡി ആവോ എന്ന് വിചാരിച്ച് വാങ്ങാതെ നിൽക്കുന്ന നമുക്ക് ഈ ഒരു ഏരിയ ഉള്ളൂ ഇനിയിപ്പം കുഴിച്ചിടാനുള്ളത്. അത് നമുക്ക് കുഴിച്ചിടാം. ഈ നിങ്ങൾ കാണുന്നത് നമ്മൾ ചാനലിൽ തന്നെ ഉണ്ട്, നമ്മൾ താമര റീപ്പോർട്ട് ചെയ്തൊരു വീഡിയോ. ആ റീപ്പോർട്ട് ചെയ്ത വീഡിയോ ഇപ്പം റെഡി ആയിട്ട് മെച്ചുവേർഡായിട്ട് സ്റ്റാൻഡിങ് ലീവ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടോ. അപ്പോൾ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. പായൽ നമ്മൾ ഇതുപോലെയാണ് റിമൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ പിന്നെ ചെയ്യാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് പ്ലാൻ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾക്ക് ഓൾറെഡി കാണാം ഡെസ്മോഡിയം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ഥലപരിമിതിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മിഡിലായിട്ട് നടാമെന്നാണ് വിചാരിക്കുന്നത്. ആ ഒരു സൈഡിലും ഈ സൈഡിലൊക്കെ ആയിട്ട് കുറച്ചുകൂടെ ലോക്കിൻ്റെ സൈഡിലേക്കായിട്ടാണ് കേട്ടോ ഞാൻ നടുന്നത്. കാരണം അപ്പുറത്തെ സൈഡിൽ നമുക്ക് റീറ്റെയിൽ മോളാണ് ഉള്ളത്. ഇനി എല്ലാം കൂടെ കൺജസ്റ്റഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇൻ ഫ്യൂച്ചർ അഥവാ അങ്ങനെ ഒരു കൺജഷൻ വരികയാണെങ്കിൽ നമുക്ക് ഇൻ്റർലോക്ക് ഇവിടെ നിന്നൊരു റോ എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. അപ്പം ഇനിയും ഗ്രില്ലിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് തൈകൾ നടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കണക്കാക്കിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ മുന്നിലേക്ക് ഇത് നടുന്നത് കേട്ടോ. യൂഷ്വൽ ടൂൾസ് തന്നെയാണ്. കൈക്കോട്ട് കൊണ്ട് അത്ര ഡെപ്തിൽ കിട്ടുമെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ നമ്മൾ പാര യൂസ് ചെയ്യും. അല്ലെങ്കിൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മണ്ണ് കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൈക്കോട്ട് തന്നെ യൂസ് ചെയ്താൽ മതി. ഒന്ന് നമ്മൾ ഇവിടെയാണ് കേട്ടോ നടുന്നത്. ഞാനിവിടെ ഈ ഒരു സൈഡിലേക്ക് അടുപ്പിച്ചിട്ടാണ്. നമുക്കിവിടെ പാര വേണ്ടി വരും കേട്ടോ. കിട്ടുന്നില്ല. അപ്പോൾ പാര എടുത്തിട്ട് വരാം. എൻ്റെ അമ്മ ഇത്രയും കളിച്ച മാറി എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് മഴുവിനേക്കാളും പാര ആയതുകൊണ്ടാട്ടോ ഞാൻ പാര യൂസ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളെ കൺവീനിയൻസ് ആട്ടോ. മാറി എൻ്റെ കാല് കൊത്തല്ലേ. ഞങ്ങൾ ഇപ്പം ഇതുപോലെ കുഴിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഡെപ്തിലല്ല, പക്ഷെ കുറച്ച് ഡെപ്ത് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു 10-20 സെൻറ്റിമീറ്റർ അത്രയും ഡെപ്തേ നമ്മൾ വെച്ചിട്ടുള്ളൂ. കാരണം മഴയായത് കാരണം ഇവിടുത്തെ മണ്ണ് കുറച്ച് ചെയ്യാൻ സാധ്യതയുള്ള ടൈപ്പാണ്, സ്റ്റിക്കി സോയിലാണ്. അപ്പം നമ്മൾ അതിന് കണക്കാക്കിയിട്ടാണ് ഡെപ്ത് വെച്ചത്. റൗണ്ടിലാണ് തട എടുത്ത് കൊടുത്തത്. ഇതുപോലെ 3 തടാണ് ഇവിടെ എടുത്തത് കേട്ടോ. എനിക്ക് തോന്നി 4 എണ്ണം കൂടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് കൺജസ്റ്റഡ് ആവുമെന്ന്. അതുകൊണ്ട് നമ്മളൊരു 3 തടാണ് എടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ പോട്ടിംഗ് മിക്സുകൾ ആഡ് ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. നമ്മൾ എന്ത് നടുമ്പോഴും അടിവളം ചെയ്യാന്നുള്ളത് മസ്റ്റാട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 6 മന്ത്സോ അല്ലെങ്കിൽ 1 ഇയറോ കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ വളം ചെയ്യുള്ളൂ. അപ്പം ഈ ഒരു അടിവളം നല്ല അടിപൊളിയായിട്ട് ചെയ്യണം. അപ്പം ഞാൻ എടുക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചാണകപ്പൊടി എടുക്കും, എല്ലുപൊടി എടുക്കും, അതുപോലെ കുറച്ച് പൊട്ടാഷും പിന്നെ നീമും എടുക്കും കേട്ടോ. ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നീം എടുക്കുന്നത്, ഒരുവിധം ഫംഗൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഇത്രയാണ് കേട്ടോ എടുക്കുന്നത്. ഒരുപാട് ഇടണം എന്നൊന്നുമില്ല. ഇതൊരു ജസ്റ്റ് അടിവളമാണ്. അപ്പോൾ ഞാനൊരു 3 കോരി എടുത്തിട്ടുണ്ട് ചാണകപ്പൊടി, അതുപോലെ 1/2 എടുത്തിട്ടുള്ളൂ പൊട്ടാഷ്, പിന്നെ അതുപോലെ തന്നെ 1 കോരി എടുത്തിട്ടുള്ളൂ നമ്മുടെ ഈ ഒരു നീം. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് ചുറ്റിലും ഇടുന്നുണ്ടേ. ഇത് നമ്മൾ ചുറ്റിലും ഇടുന്നതെന്ന് വെച്ചാൽ വേരിന് അത്യാവശ്യം വലിച്ചെടുക്കുമ്പം നല്ല തിക്കായിട്ട് ഫെർട്ടിലൈസേഴ്സ് വരാനാണ്. ഇല്ല, ഞാൻ മിക്സ് ചെയ്ത് തരാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലോണം ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മണ്ണുമായിട്ട് പുറത്തേക്ക് എടുക്കരുത്. ഇനി നിച്ചു പ്ലാന്റ് വെച്ചോ. കുറച്ചുകൂടി പൊക്കി വെക്ക്. കുറച്ച്, ഇത്രയല്ല. ഓക്കെ കുറച്ച്
ഓക്കെ, ഇനി നമ്മളിത് മണ്ണൊക്കെ ഇതിലേക്ക് തന്നെ ഇടുകയാണ് കേട്ടോ. പ്ലാന്റ് വെക്ക്. മണ്ണിൽ കളിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് നല്ലോണം മണ്ണിൽ കളിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ. നമ്മൾ ഇതെല്ലാം നട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അരിനെല്ലിക്കയുടെ തൈയാണ് കേട്ടോ ഇത്. ഇത്തിരി ഒരു ഗ്യാപ്പാണ് വന്നത്. ഇത് ചാമ്പയാണ്, ചാമ്പ നട്ടതാണേ. ഇത് ഞാവൽപ്പഴമാണ് കേട്ടോ. ഇതിനിവിടെ ഈ ഒരു സ്ഥലം പ്രശ്നമാവുമോ എന്നുള്ള ഡൗട്ടുണ്ട്. കാരണം ഇത് കുറച്ച് വലിയ മരം ആകുന്ന പ്ലാന്റ് ആണ്. പക്ഷെ ഗ്രാഫ്റ്റ് ചെയ്തതായതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ഞാനിങ്ങനെ മതിലിനോട് നമ്മുടെ ഈ ഒരു ചെറിയ ഗ്രീൻ കളർ ചെറിയതില്ലേ, അതിനടുപ്പിച്ചാണ് ഞാനിതൊക്കെ നട്ടിട്ടുള്ളത്. ഇൻ ഫ്യൂച്ചർ നമുക്ക് നോക്കാം അത് ഗ്രോ ആയിട്ട് അതിന് വേണ്ടുന്ന മാതിരി മാറ്റി കൊടുക്കുക എന്നുള്ള പ്ലാനിലാണ്.